കിട്ടുന്നൊരു അവധി ദിവസം അതെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാന്നാണ് ഇക്കാക നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതും നല്ല ഉച്ച വെയിലും കൊണ്ട് വാർക്കയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. കൂട്ടിന് എന്നെ വിളിച്ചിട്ടുണ്ട്. നല്ല നീളം വീതിയുള്ള ഒരു ടർപ്പായാണ്. ചെറുതായിട്ട് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം കീറലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പാച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കാക. ഞാനാണെങ്കിൽ എന്റെ പണികൾ പെൻഡിങ്ങിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാര്യമായി ചൊറിയുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വഴക്കിട്ടിട്ട് വേണം താഴെ പോയി എന്റെ പണികൾ തീർക്കാൻ. ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നതിന്റെ പുകയാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടീസ് എല്ലാവരും കൂടി ഈ വഴിയിൽ നിന്നിട്ട് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ട്. നമ്മുടെ ബ്രദറിന്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. മാവൊക്കെ നല്ല ഉഷാറായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. ഇക്കാകന്റെ പാച്ച് വർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പരിപാടി ഇനിക്കാക്ക് കുറച്ച് തെങ്ങ് കൃഷി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടില്. പാരമ്പര്യമായി നമുക്ക് ഇവിടെ കൃഷികളൊക്കെ നനയ്ക്കാനുള്ള കിണറും മോട്ടോർ ഷെഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 7-7.5 കൊല്ലത്തിനിടയിൽ ഈ മോട്ടോർ ഷെഡിന്റെ ഉൾഭാഗം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ന് കാണുന്നത്. ഇത് PTUഷക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ പറമ്പിൽ കുറെ അധികം വാൽവുകൾ ഉണ്ട്. അപ്പൊ അതിൽ ആവശ്യമുള്ളത് ഓപ്പൺ ചെയ്യേണ്ടേ, ആവശ്യമില്ലാത്തത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടാണ്. നമ്മുടെ തറവാട്ടിലാണ് കേട്ടോ ഈ മോട്ടോർ ഷെഡും കിണറും എല്ലാം ഉള്ളത്. ഇവിടെ നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഓസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ ഒരു കർട്ടൻ ഉണ്ടല്ലോ അത് പൊക്കി ഓസ് എടുത്ത് ഓരോ തൈകൾക്കും ഇതുപോലെ വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നനയ്ക്കുന്നത്. ഈ ഒരു ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഇത് പഴയ ഫ്രിഡ്ജാണ്. ഇതിൽ ഈ നട്ടേക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ കൂർക്കയാണ് കേട്ടോ. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാൻ ഞാൻ ഇടയ്ക്ക് ഇതിന്റെ വേരൊക്കെ പൊക്കി നോക്കാറുണ്ട്. എന്തായാലും പറിക്കുമ്പോൾ കാര്യമായിട്ട് കാണിച്ചരാവേ. ഒരു 5-6 തെങ്ങും തൈകൾ ഇക്കാക്ക വെച്ചതിൽ ഇതിൽ ഒരെണ്ണാണ് കായ് പിടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ കായ്ക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. എല്ലാം ഒന്നും അത്ര ഹെൽത്തി ആയിട്ടല്ല കേട്ടോ. കുറേയൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അതിന്റെ വിഷമവും ഇക്കാക്കുണ്ട്. പിന്നെ ഇക്കാക്ക് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് മാത്രമല്ല കേട്ടോ നടക്കുന്നത്. ഓസ് വലിക്കാനും നനക്കാനും എല്ലാം ഞാനും കൂടുന്നുണ്ട്. പിന്നെ കണക്ഷൻ ഓസ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ വലിക്കുമ്പോൾ ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടിപ്പോവാറുണ്ട്. അതിങ്ങനെ മാനേജ് ചെയ്യാൻ ഇക്കാക്ക് ഇതുപോലെയൊക്കെ കുരുമുളക് നനയ്ക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോ കുരുമുളകിനാണോ മതിലിനാണോ കൂടുതൽ വെള്ളം കിട്ടണേന്ന് ചോദിച്ചാൽ അത് ഇക്കാക്കാനോട് തന്നെ ചോദിക്കണം. പിന്നെ അതേ തൊട്ടപ്പുറത്ത് തറവാടായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ധൈര്യത്തിൽ മതിൽ ചാടുന്നത്. ഈ തെങ്ങും തൈ വെച്ചപ്പോണ്ടല്ലോ അതെല്ലാം കൂടി ഒരു സ്ഥലത്തും കൂടി വെച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഓടി നടന്നൊന്നും നനയ്ക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. എന്തായാലും തെങ്ങും തൈ അവിടെ നനയ്ക്കുന്നതിന്റെ ഇടയിൽ ഇത് അടക്കിയൊക്കെ പെറുക്കിയെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ഒഴിവ് ദിവസം കാര്യമായി പ്രൊഡക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇക്കാക്ക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.